നമ്മുടെ മുഖ്യമന്ത്രിയുടെ കാര്യം. എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇങ്ങനാണല്ലോ ഭായ് എന്ന് പറയുന്നൊരവസ്ഥയാണ്. വെറുതെ പറഞ്ഞതല്ല. മൂപ്പര് ടെക്സാസിൽ പോയപ്പോ അവിടെ പ്രശ്നം. ഇപ്പൊ ഇന്നലെ വന്നിറങ്ങി. അപ്പൊ കേരളത്തിലും പ്രശ്നം. ഇപ്പൊ എങ്ങാണ്ടോ എന്താ പറയാ ന്യൂനമർദ്ദം നമ്മുടെ നാട്ടിലേക്ക് വന്നിട്ടുണ്ട്. ഇനിയിപ്പോ വരാൻ പോകുന്നതാണെങ്കിൽ എല്ലായിടത്തും ഇരട്ട ന്യൂനമർദ്ദവുമാണ്. എല്ലായിടത്തും റെഡ് അലർട്ട് വരാൻ പോകുന്നു എന്നൊക്കെ കേൾക്കുന്നുണ്ട്. മൊത്തം പ്രശ്നമാണ്. പക്ഷേ കാര്യങ്ങൾ കുറച്ച് സീരിയസ് ആയിട്ട് കാണുക കൂടി നമ്മൾ ചെയ്യേണ്ട ഒരു അവസ്ഥയിലേക്കും കൂടി പോകുന്നുണ്ട് അല്ലേ? അതായത് ഇത്തവണ കളി കുറച്ച് കാര്യമാവും എന്നുള്ളതാണ് ഒരു പേടിയുണ്ട് എല്ലാവർക്കും. കാരണം കേരളത്തെ സംബന്ധിച്ച് ഇനി അതിശക്തമായിട്ടുള്ള ചില മഴയ്ക്കുള്ള സാധ്യത ആണ് ഇനി ഈ വിവരങ്ങൾ പറയുന്നത്, കാലാവസ്ഥ റിപ്പോർട്ടുകൾ പറയുന്നത്. അതോടൊപ്പം തന്നെ ചക്രവാത ചുഴിയും ന്യൂനമർദ്ദവും, നേരത്തെ പറഞ്ഞ പോലെ ഇരട്ട ന്യൂനമർദ്ദം, അതൊക്കെയാണ് കേരളത്തിലേക്ക് വരാനിരിക്കുന്നത്. അത് കൂടുതൽ ദുരിതത്തിലേക്കും ദുഃഖത്തിലേക്കും കൊണ്ട് തള്ളിവിടുമെന്നുള്ള ഒരു ജാഗ്രതാ നിർദ്ദേശമാണ് ഇപ്പോൾ പറഞ്ഞു വിട്ടിരിക്കുന്നത്. അപ്പോൾ ഭയം വേണ്ട, ജാഗ്രത മതി എന്നുള്ള സർക്കാരിൻ്റെ, പ്രത്യേകിച്ച് പിണറായി സർക്കാരിൻ്റെ ഒരു മോട്ടോ അറിയാലോ. അപ്പോൾ അതാണ് ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത്. അപ്പോൾ എന്തായാലും അതിനുള്ള ഏറ്റവും പുതിയ മുന്നറിയിപ്പ് എന്ന് പറയുന്നത് ശക്തിയേറിയ ഇരട്ട ന്യൂനമർദ്ദം വരുന്നു, കേരളത്തിൽ വീണ്ടും സജീവമാകുന്നു കാലവർഷം എന്നുള്ളതാണ്. ഇതിനോടകം തന്നെ വടക്കൻ സംസ്ഥാനങ്ങളിൽ സംഭവിച്ച നാശനഷ്ടങ്ങൾ നമുക്കറിയാവുന്നതാണ്. അവിടെ ഈ രാജസ്ഥാനിലാണ് ഇതാദ്യമായിട്ട് അവിടെ രൂപപ്പെട്ട ഒരു ന്യൂനമർദ്ദമാണ്. അപ്പോൾ അവിടെ നിന്ന് ഇങ്ങോട്ട് വരികയായിരുന്നു. അപ്പോൾ അവിടെയെല്ലാം ഉണ്ടാക്കിയ നാശനഷ്ടങ്ങൾ നമുക്കറിയാം. മരണങ്ങൾ കുത്തനെ ഉയരുന്നത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് ഈ മഴ മൂലം ഉണ്ടാകുന്ന ദുരിതം അത് മുൻകൂട്ടി കണ്ട് അതിനു വേണ്ടിയിട്ടുള്ള സുരക്ഷാ മുൻകരുതൽ നടപടികൾ സ്വീകരിച്ച് വേണം ജനങ്ങൾ മുന്നോട്ട് പോകേണ്ടതെന്നാണ് ഇപ്പോൾ ജാഗ്രതാ റിപ്പോർട്ടിൽ പറയുന്നത്. അടുത്ത ചക്രവാത ചുഴി അങ്ങനെ ഇവിടെ രൂപപ്പെടുകയാണ്. ഇനിയുള്ളത് അതിശക്തമായിട്ടുള്ള മഴയുടെ ദിവസങ്ങൾ തന്നെയാണ് എന്നാണ് പറയുന്നത്. പലവിധ ജാഗ്രതാ നിർദ്ദേശങ്ങളും ഇതിനോടകം തന്നെ പങ്കുവച്ചിരുന്നു. അപ്പോൾ ഇതിൽ വെൽ മാർക്ക്ഡ് ലോ പ്രഷർ ഏരിയ എന്ന് പറയും. അതായത് അത് ആ ഒരു ന്യൂനമർദ്ദ സാധ്യതയുള്ള ഒരു ഏരിയയാണ്. അവിടെ വെൽ മാർക്ക്ഡ് എന്ന് പറഞ്ഞാൽ അവിടെ അത്രയും കൃത്യമായി മാർക്ക് ചെയ്തിട്ടുള്ള ഒരു ഏരിയ. അത് രണ്ട് തരത്തിലാണ് അത് ആവിർഭവിക്കാനുള്ള സാധ്യത. അതായത് അത് ഒന്നുകിൽ ഒരു ഡിപ്രഷനായിട്ട് അല്ലെങ്കിൽ അതൊരു സൈക്ലോൺ അല്ലെങ്കിൽ കൊടുങ്കാറ്റായിട്ട്. ഇപ്പോൾ അതൊരു ഡിപ്രഷനായിട്ടാണ് വന്നിരിക്കുന്നത്. അത് രാജസ്ഥാന് മുകളിലാണ് അത് ഉണ്ടായിരുന്നത്. അത് വലിയ ഡിപ്രഷനായിട്ട് ഇപ്പോൾ മാറിയിരിക്കുകയാണ്. അത് തീവ്ര ന്യൂനമർദ്ദമായിട്ട് മാറി ഇപ്പോൾ തെക്കേ ഇന്ത്യയിലോട്ട്, കേരളത്തിലോട്ട് സഞ്ചരിക്കുകയാണ്. അപ്പോൾ ജാർഖണ്ഡിന് മുകളിലെ തീവ്ര ന്യൂനമർദ്ദം ശക്തി കൂടിയ ന്യൂനമർദ്ദമായി സ്ഥിതി ചെയ്യുകയാണ്. മധ്യവടക്കൻ കേരളത്തിൽ കാലവർഷം അങ്ങനെ വീണ്ടും സജീവമാവുകയാണ് എന്നുള്ള സൂചനയാണ് ഇതിലൂടെ നമുക്ക് കിട്ടുന്നത്. ഇനിയുള്ള ദിവസങ്ങൾ, പ്രത്യേകിച്ച് 3-4 ദിവസങ്ങളിൽ കേരളത്തിൽ കാറ്റും മഴയും ഇനിയും ശക്തമാകാനുള്ള സാധ്യതയുണ്ടെന്നാണ് പറയുന്നത്. അതെ, ഇതിനേക്കാൾ എത്രയോ മടങ്ങ് ശക്തമാകാനുള്ള സാധ്യതയുണ്ടെന്നാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇനിയുള്ള 5 ദിവസം മഴയ്ക്ക് സാധ്യതയുണ്ടെന്നുള്ള മുന്നറിയിപ്പ് പങ്കുവെച്ചുകൊണ്ട് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് പല ജില്ലകളിലായിട്ടാണ് ഓറഞ്ച് യെല്ലോ അലേർട്ടുകൾ പ്രഖ്യാപിച്ചിരിക്കുന്നത്. കേരളത്തിലെ പല ജില്ലകളിലായിട്ട്. അത് വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഓറഞ്ച് യെല്ലോ അലേർട്ടുകൾ ഏറ്റവും അധികം വടക്കൻ കേരളത്തിലെ ജില്ലകളിലാണ് പറഞ്ഞിരിക്കുന്നത്. കാസർഗോഡ്, കണ്ണൂർ ജില്ലകളിലാണ് ഓറഞ്ച് അലേർട്ട് എന്നുള്ളത്. ഇന്നാകട്ടെ ഇടുക്കി, എറണാകുളം, തൃശ്ശൂർ, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലും ഓറഞ്ച് അലേർട്ട് പറഞ്ഞിട്ടുണ്ട്. ഇനിയുള്ള ഓരോ ദിവസങ്ങളിലെ മുന്നറിയിപ്പുകൾ അതൊന്ന് കൃത്യമായി നമ്മൾ പരിശോധിക്കേണ്ടത് തന്നെയാണ്. കാരണം പ്രത്യേകിച്ച് 17-ാം തീയതി, നാളെയല്ലേ 17-ാം? അതെ, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലാണ് ഓറഞ്ച് അലേർട്ട് പറഞ്ഞിരിക്കുന്നത്. 18-ാം തീയതി കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലും 19-ാം തീയതി ഇടുക്കി, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലുമാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ യെല്ലോ അലേർട്ടുകൾ പറഞ്ഞിരിക്കുന്നത്. വെറും മഴയല്ല, അതിശക്തമായിട്ടുള്ള മഴയ്ക്കുള്ള സാധ്യതയാണ് ഇവിടങ്ങളിൽ പ്രവചിക്കുന്നത്. അതായത് 24 മണിക്കൂറിനുള്ളിൽ 115.6 മില്ലിമീറ്റർ മുതൽ 204.4 മില്ലിമീറ്റർ വരെ മഴ ലഭിക്കുമെന്നതാണ് ഈ അതിശക്തമായ മഴ എന്നതുകൊണ്ട് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അർത്ഥമാക്കിയിരിക്കുന്നത്. ഇത് കൂടാതെ തന്നെ ശക്തമായ മഴയ്ക്കുള്ള മുന്നറിയിപ്പും മറുഭാഗത്ത് പറയുന്നുണ്ട്. യെല്ലോ അലേർട്ടാണ് അതിലൂടെ ചൂണ്ടിക്കാണിക്കുന്നത്. 15-ാം തീയതി, അതായത് ഇന്നലെ, ആലപ്പുഴ, ഇടുക്കി, എറണാകുളം, തൃശ്ശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട് ജില്ലകളിലും 16-ാം തീയതി, അതായത് ഇന്ന്, തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട് ജില്ലകളിലും, നാളെ 17-ാം തീയതി ആലപ്പുഴ, ഇടുക്കി, എറണാകുളം, തൃശ്ശൂർ, പാലക്കാട് ജില്ലകളിലും, 18-ാം തീയതി മറ്റന്നാൾ ഇടുക്കി, എറണാകുളം, തൃശ്ശൂർ, പാലക്കാട്, മലപ്പുറം ജില്ലകളിലും, 19-ാം തീയതി തിരുവനന്തപുരം, കൊല്ലം,
പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, എറണാകുളം, തൃശൂർ, പാലക്കാട് ജില്ലകളിലുമാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ യെല്ലോ അലർട്ട് പ്രഖ്യാപനം ഉള്ളത്. അതായത് കേരളം മുഴുവൻ മുഴുവനും ഉണ്ട്. ഉണ്ട്. ഞാനിപ്പോ ആലോചിച്ചത് ആ ഒരു ജില്ല പോലും ഒഴിവാക്കപ്പെട്ടിട്ടില്ല. അപ്പോൾ യെല്ലോ അലർട്ടുകൾ ഉള്ളത് പറയുന്നത് അതിശക്തമായതല്ല, കുറച്ച് താഴെ നിൽക്കുന്നതായിട്ടുള്ള ശക്തമായ മഴ. അപ്പോൾ എന്തായാലും മാറി വരാം. യെല്ലോ അലർട്ട് പറഞ്ഞെങ്കിൽ ഇത് മാറി വരാം. അത് മാത്രമല്ല, യെല്ലോ അലർട്ട് ഉള്ള പ്രദേശങ്ങളിലും വെള്ളത്തിനടിയിലാകാൻ, താഴ്ന്ന പ്രദേശങ്ങൾ വെള്ളത്തിനടിയിലാകാനുള്ള സാധ്യതയുണ്ട്. പിന്നെ വയനാട് പോലുള്ള പ്രദേശങ്ങളൊക്കെ, ഇടുക്കിയൊക്കെ ശ്രദ്ധിക്കേണ്ട ഒരു പ്രദേശം കൂടെയാണ്. കഴിഞ്ഞ തവണ വയനാട് ദുരന്തത്തിന്റെ സമയത്ത് കേന്ദ്രത്തിന്റെ അലർട്ട് വന്നില്ല എന്നൊക്കെയാണ് അവർ പരാതി പറഞ്ഞിരുന്നത്. ഇത്തവണ കേന്ദ്രത്തിന്റെ അലർട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ വീഴ്ചകൾ വരാതെ നോക്കേണ്ടത് കേരള സർക്കാരിന്റെ ഉത്തരവാദിത്തമാണ്. ഇവർക്ക് ഇപ്പോൾ ആരിലും പഴിചാരാൻ പറ്റില്ല. കൃത്യമായിട്ടുള്ള ഒരു ജീവൻ പോലും പോകാൻ പാടില്ല എന്നുള്ളതാണ്. അതിനുവേണ്ടി നടപടികൾ സർക്കാർ എടുക്കുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. എന്നാലും 24 മണിക്കൂറിൽ 64.5 മില്ലിമീറ്റർ മുതൽ 115.5 മില്ലിമീറ്റർ വരെ മഴ ലഭിക്കുന്നതിനെയാണ് ഈ ശക്തമായ മഴ എന്ന ഒരു വാക്കുകൊണ്ട് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അർത്ഥമാക്കുന്നത്. അതുകൊണ്ട് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു സമയമാണ് എന്ന് കൂടെ ഇതിനർത്ഥമുണ്ട്. മറ്റൊരു കാര്യം എനിക്ക് തോന്നുന്നത്, നമ്മൾ ഒരു കാര്യം കൂടി കൂട്ടിച്ചേർക്കണം എന്ന് തോന്നുന്നു. കാരണം കേന്ദ്രത്തിന്റെ അറിയിപ്പ് വന്നു, നിർദ്ദേശങ്ങൾ വന്നിട്ടുണ്ട്. ഇനി സംസ്ഥാന സർക്കാർ ഇതനുസരിച്ച് നിർദ്ദേശങ്ങൾ നൽകുമ്പോൾ ഈ പ്രത്യേകിച്ച് ലാൻഡ് സ്ലൈഡ് ഒക്കെ നടക്കുന്ന സാധ്യതയുള്ള ഭാഗങ്ങളിലൊക്കെ മാറി താമസിക്കണം എന്ന് പറയുമ്പോൾ ജനങ്ങളും കൂടി അതിനോട് സഹകരിക്കണം. അതെ, അതുകൂടി വേണ്ടി വരും. അത് എന്തായാലും കേരളത്തിലെ ജനങ്ങൾ ആ ഒരു രീതിയിൽ അവരുടെ മാനസികാവസ്ഥ പാകപ്പെട്ടിരിക്കുകയാണെന്നാണ് മനസ്സിലാക്കുക. കാരണം നമ്മൾ ഈ 2018 മുതൽ പ്രളയ ദുരന്തങ്ങൾ അനുഭവിക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് ഈ സർക്കാരിന്റെ അത്തരത്തിലുള്ള കർശനമായ നിർദ്ദേശങ്ങൾ തള്ളിക്കളയാൻ സാധ്യത ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. സർക്കാർ കൃത്യമായിട്ടുള്ള ഒരു മാറ്റി പാർപ്പിക്കാനും മറ്റും നല്ല സൗകര്യങ്ങളുള്ള ഒരു സ്ഥലം കൊടുക്കുക, അത് സർക്കാരിന്റെ ഭാഗത്തു നിന്നാണ് നീക്കം ഉണ്ടാവേണ്ടത്. എന്തായാലും ബംഗാൾ ഉൾക്കടൽ, ചൈന കടൽ, അതായത് പസഫിക് മേഖല എന്നിവ സജീവമാകുന്നതിനനുസരിച്ച് അടുത്ത 10 ദിവസം ഇങ്ങനെ മഴ തുടരും എന്ന് വേണം കരുതാൻ. വടക്കൻ കേരളത്തിലാണ് ഏറ്റവും അധികം മഴ ഇതിന്റെ ഒരു ഫലമായി പെയ്തിറങ്ങുന്നത്. ഇനിയുള്ള ദിവസങ്ങളിൽ ചൈനീസ് കടലിലും ബംഗാൾ കടലിലും ഒക്കെ വീണ്ടും ചുഴലിക്കാറ്റും ചക്രവാത ചുഴിയൊക്കെ രൂപപ്പെട്ടു വരുന്നതനുസരിച്ചുകൊണ്ട് കാലവർഷം സജീവമായി തന്നെ നിൽക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. കേരളം ഉൾപ്പെടെയുള്ള പശ്ചിമ തീരത്ത് കൂടുതൽ മഴ ശക്തമാകും എന്നതിനുള്ള അനുകൂല ഘടകമായി പ്രവർത്തിക്കുന്നുണ്ട്. ന്യൂനമർദ്ദം രൂപപ്പെടുന്നതിന് തൊട്ട് മുന്നുള്ള ഒരു കാറ്റിന്റെ കറക്കത്തെയാണ് നമ്മൾ ചക്രവാത ചുഴി എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ന്യൂനമർദ്ദവും ഒരു തരത്തിൽ കാറ്റ് കറങ്ങുന്ന ഒരു രീതി തന്നെയാണ്. കാറ്റിന്റെ ശക്തി കുറഞ്ഞ ഒരു കറക്കത്തെയാണ് ചക്രവാത ചുഴിയായി പറയുന്നത്. മർദ്ദ വ്യതിയാനം കാരണം ചാക്രിക രീതിയിൽ കാറ്റ് കറങ്ങുന്നു എന്നുള്ളതാണ് ചക്രവാത ചുഴി എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. അന്തരീക്ഷത്തിൽ പല ദിശയിലായി സഞ്ചരിക്കുന്ന കാറ്റ് മർദ്ദ വ്യത്യാസം അനുസരിച്ച് ചക്രം പോലെ നിന്ന് കറങ്ങുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഘടികാര ദിശയിലും എതിർ ഘടികാര ദിശയിലും, അതായത് ക്ലോക്ക് വൈസ് ഡയറക്ഷനിലും ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിലും ഒക്കെ ഈ കറക്കം ഉണ്ടാകുമെന്ന ആണ് സാരം. അതിനനുസരിച്ച് കൊണ്ട് മഴയുടെ സ്വാധീനം പല മേഖലകളിലാണ് ലഭിക്കുന്നത്. അപ്പോൾ ഈ പറയുന്ന കാൽക്കുലേഷൻസ് എല്ലാം തന്നെ ആക്യുറേറ്റ് ആവണമെന്ന് നിർബന്ധമില്ല. അത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയിരിക്കാം, പ്രദേശങ്ങൾ മാറാം, ഈ പറയുന്ന കണക്കുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറാം. പക്ഷെ നമ്മൾ ജാഗ്രതയോടെ ഇരിക്കുക എന്നുള്ളതാണ്. ഇതൊക്കെ തന്നെ മാറിക്കൊണ്ടിരിക്കും. ഭൂമിയുടെ ദക്ഷിണാർദ്ധ ഗോളത്തിൽ ഇത് ഘടികാര ദിശയിലായിരിക്കും കറങ്ങുന്നത്. പക്ഷേ ഇത് ഉത്തരാർദ്ധ ഗോളത്തിലേക്ക് പോവുകയാണെങ്കിൽ എതിർ ഘടികാര ദിശയിലായിരിക്കും കറക്കമുണ്ടായിരുന്നത്. ഭൂമിയുടെ കറക്കം അനുസരിച്ച് തന്നെ ഉണ്ടാകുന്ന കോറിയോളജിസ്റ്റ് ബലമാണ് ഈ അർദ്ധഗോളങ്ങളിൽ ഇങ്ങനെ വിപരീത ദിശകളിലൊക്കെ തന്നെ ചക്രവാത ചുഴികൾ കറങ്ങാനുണ്ടാകുന്ന സാഹചര്യം. ചക്രവാത ചുഴി ശക്തിപ്പെടുമ്പോഴാണ് ഇത് ന്യൂനമർദ്ദമായിട്ട് മാറുന്നത്. എന്നാൽ എല്ലാ ചക്രവാത ചുഴിയും അങ്ങനെ ന്യൂനമർദ്ദമാകണമെന്നുമില്ല. ചക്രവാത ചുഴി ന്യൂനമർദ്ദമായി പിന്നീട് അത് ഡിപ്രഷനായി, അതായത് തീവ്ര ന്യൂനമർദ്ദമായി മാറി അതിനുശേഷം ഡീപ്പ് ഡിപ്രഷൻ, അതായത് അതിതീവ്ര ന്യൂനമർദ്ദമായിട്ട് പെയ്താൽ മാത്രമേ ചുഴലിക്കാറ്റിലേക്കുള്ള വഴി തുറക്കുകയുള്ളൂ. അതിതീവ്ര ന്യൂനമർദ്ദം അടക്കം നേരത്തെ മുന്നറിയിപ്പുകൾ പ്രഖ്യാപിച്ചിരുന്നു. അതുകൊണ്ട് ജനങ്ങളെ സംബന്ധിച്ച് ഇതൊരു വലിയ മുന്നറിയിപ്പ് തന്നെയാണ്. പ്രത്യേകം ശ്രദ്ധിക്കേണ്ട സമയം തന്നെയാണ്. മഴ പെയ്യുന്നത് നല്ലതാണ്, പക്ഷെ അമിതമായി അത് കുറഞ്ഞ സമയത്തിനുള്ളിൽ പെയ്തിറങ്ങുമ്പോഴാണ് ദുരന്തങ്ങൾ അതിൻ്റെ വ്യാപ്തി വർദ്ധിപ്പിക്കുന്നത്. ഒപ്പം മഴയോടൊപ്പം തന്നെ ഉണ്ടാക്കുന്ന നാശനഷ്ടങ്ങൾ വേറെയുണ്ട്. അത് തന്നെയാണ് ജനങ്ങളെ സംബന്ധിച്ച്, ജീവനെ സംബന്ധിച്ച്, സ്വത്ത് സംബന്ധിച്ച് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്നത്. ചേച്ചി നേരത്തെ പറഞ്ഞില്ലേ, മറ്റൊരു സ്ഥലത്തേക്ക് അവർക്ക് മാറാനുള്ള വിമുഖത എന്ന് പറയുന്ന അവരുടെ കാറ്റിൽ, അതായത് വീട്ടിലെ വളർത്തുമൃഗങ്ങൾ, പശുക്കളും ആടും, ഇതെല്ലാം അവർക്ക് അത് ചിലപ്പോൾ അവരുടെ ഉപജീവന മാർഗമായിരിക്കും. അപ്പോൾ അവർക്ക് ഈ മാറുക എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അവരുടെ വീടിന് എന്ത് പറ്റും, ഒരു ആയുസിന്റെ തന്നെ ഒരു അധ്വാനത്തിന്റെ ഫലമായിരിക്കും അവരുടെ വീടെന്ന് പറയുന്നത്. അപ്പം അത്തരത്തിലൊക്കെ ഉള്ള ജനജീവിതം അത്രയും ബുദ്ധിമുട്ടിപ്പിക്കുന്ന ഒരു കാര്യമാണ് വരാൻ പോകുന്നത്. അപ്പോൾ ഈ സാഹചര്യത്തിൽ പൊതുജനങ്ങൾക്കുള്ള പ്രത്യേക ജാഗ്രതാ നിർദ്ദേശങ്ങൾ പങ്കുവച്ചിരിക്കുന്നത്, അതിൽ
ഉരുൾപൊട്ടൽ, മണ്ണിടിച്ചിൽ, മലവെള്ളപ്പാച്ചിൽ എന്നീ സാധ്യതയുള്ള മേഖലകളിൽ താമസിക്കുന്ന നിരവധി ആളുകൾ ഉണ്ടായിരിക്കും. അവരൊക്കെ തന്നെ അധികൃതർ ഏതെങ്കിലും തരത്തിലുള്ള നിർദ്ദേശം നൽകി കഴിഞ്ഞാൽ, മുന്നറിയിപ്പ് നൽകിയാൽ സുരക്ഷിതമായ ഇടത്തേക്ക് ഒട്ടും തന്നെ താമസമില്ലാതെ മാറി താമസിക്കുക. നദിക്കരകൾ, അണക്കെട്ടുകളുടെ താഴ്പ്രദേശങ്ങൾ എന്നിവിടങ്ങളിൽ താമസിക്കുന്നവരും ഈ അപകട സാധ്യത മുൻകൂട്ടി കാണണം. സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി പുറപ്പെടുവിച്ച ശക്തമായ കാറ്റിൽ സ്വീകരിക്കേണ്ട നടപടികളൊക്കെ തന്നെ ഇന്റർനെറ്റിലൂടെയും മറ്റും നമുക്ക് കൃത്യമായി മനസ്സിലാക്കി വായിച്ചെടുത്ത് അതിനനുസരിച്ചുള്ള മാർഗങ്ങൾ സ്വീകരിക്കാവുന്നതാണ്. ശക്തമായ മഴ പെയ്യുന്ന ഘട്ടത്തിൽ ഒരു കാരണവശാലും നദികൾ മുറിച്ച് കടക്കാനോ അല്ലെങ്കിൽ നദികളിലോ മറ്റു ജലാശയങ്ങളിലോ കുളിക്കാനോ മീൻ പിടിക്കാനോ മറ്റാവശ്യങ്ങൾക്കോ ഇറങ്ങാൻ പാടുള്ളതല്ല. ഒരു കാരണവശാലും ഇറങ്ങരുത് എന്ന് സാരം. ജലാശയങ്ങൾക്ക് മുകളിലെ മേൽപ്പാലങ്ങളിൽ കയറി കാഴ്ച കാണുന്നതും സെൽഫി എടുക്കുന്നതും ഒഴിവാക്കണം. അതൊന്നും തന്നെ ചെയ്യാൻ പാടില്ല. ഏറ്റവും അപകടകരമായിട്ടുള്ള ഒരു സാഹചര്യം കൂടിയാണത്. മഴ ശക്തമാകുന്ന അവസരങ്ങളിൽ അങ്ങനത്തെ അത്യാവശ്യമല്ലാത്ത യാത്രകൾ പരിപൂർണമായി ഒഴിവാക്കണം. വെള്ളച്ചാട്ടങ്ങൾ, ജലാശയങ്ങൾ, മലയോര മേഖലകൾ എന്നിവിടങ്ങളിലേക്കുള്ള വിനോദസഞ്ചാര യാത്രകൾ മഴ മുന്നറിയിപ്പ് മാറുന്നതുവരെ പൂർണ്ണമായി ഒഴിവാക്കി ദയവ് ചെയ്ത് സഹകരിക്കുക എന്നുള്ളതാണ് ഈ മുന്നറിയിപ്പ്, സർക്കാർ പുറപ്പെടുവിച്ച ഈ മുന്നറിയിപ്പിൽ പറയുന്നത്.